എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതുവരെ ക്ലാസ് എവിടാണ് നിർത്തിയിരിക്കുന്നത്? ഒരു സീക്വൻസ് എന്താണെന്ന് പഠിച്ചു അല്ലേ? അതുപോലെ സീക്വൻസിൻ തന്നാൽ അതിന്റെ ആൽജിബ്രൈക് ഫോം എങ്ങനെ എഴുതാമെന്നും പഠിച്ചു. അതായത് ശ്രേണി എന്താണെന്നും അതിന്റെ ബീജഗണിത രൂപം എങ്ങനെ എഴുതാമെന്നും നോക്കി. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുവാണ്. ഞാൻ CBSEയും കേരള സിലബസും ഒരുപോലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോകാമെങ്കിൽ, അതായത് എൻ്റെ ചാനലിൽ കയറുമ്പോൾ മേളിൽ ഹോം, വീഡിയോസ്, പ്ലേലിസ്റ്റ് അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ പ്ലേലിസ്റ്റിൽ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് കേരള സിലബസിന്റെ ചാപ്റ്റേഴ്സ് മാത്രമായിട്ട് കിട്ടും. ഓക്കെ, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ. ഓക്കെ, ഞാനിവിടെ കുറച്ച് നമ്പേഴ്സ് എഴുതാൻ പോവാണ്. 4, 8, 12, 16 etc. ഇനി നമ്മൾ ഇതിനെ ശ്രേണി അല്ലെങ്കിൽ സീക്വൻസ് എന്ന് പറയും അല്ലേ? നോക്കിക്കേ, ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം അങ്ങനെയുള്ള ക്രമത്തില് കുറെ നമ്പേഴ്സിനെ എഴുതിയിരിക്കുന്നു അല്ലേ? അതിന് ഒരു റൂളും ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് സീക്വൻസ് എന്ന് പറയാം, അതായത് ശ്രേണിയാണെന്ന് പറയാം. ഒന്നാം പദം, രണ്ടാം പദം, മൂന്നാം പദം എന്ന ക്രമത്തില് ഒരു പ്രത്യേക നിയമത്തിൽ എഴുതിയിരിക്കുന്ന ആ നിയമം എന്താന്ന് നോക്കിക്കേ. തൊട്ടടുത്തുള്ള രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള അകലം നോക്കിക്കേ. തൊട്ടടുത്തുള്ള നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഏതൊക്കെയാണ്? സ്റ്റാർട്ടിങ് 4ഉം 8ഉം അല്ലെ? ഈ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കിക്കേ. ഡിഫറൻസ് എങ്ങനെയാ കാണുന്നത്? രണ്ട് നമ്പേഴ്സ് എടുക്കുവാണെങ്കിൽ രണ്ടാമത്തെ ടേമിൽ നിന്നും ഒന്നാമത്തെ ടേം മൈനസ് ചെയ്യുക. അതായത് ഇവ തമ്മിലുള്ള ഡിഫറൻസ് കാണുന്നത് എങ്ങനെയാണ്? 8 മൈനസ് 4, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. അതാണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, നമ്മൾ ആ റൂള് നോക്കാൻ പോവാണ്. ഇതൊരു ശ്രേണിയാണ് അല്ലെങ്കിൽ ഒരു സീക്വൻസ് ആണെന്ന് പറയുന്നു. അതെങ്ങനെ? തൊട്ടടുത്തുള്ള രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് കാണുന്നു. 8ന് 4 പോയാൽ എത്ര കിട്ടും? 4. ഓക്കെ, അതായത് 8ന് 4 പോയാൽ എത്ര നമുക്ക് കിട്ടും? 4 കിട്ടത്തില്ലേ? അത് ഇവ തമ്മിലുള്ള അകലം, അതായത് ഡിഫറൻസ്. അപ്പൊ നോക്കിക്കേ, ഇനി ഈ 4, 8 കഴിഞ്ഞ് അതിന്റെ അടുത്ത നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കിക്കേ. 8ഉം 12ഉം അല്ലേ? അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? സെക്കൻഡ് ടൈമിൽ നിന്ന്, അപ്പൊ ഈ രണ്ട് നമ്പർ എടുക്കുന്നെങ്കിൽ സെക്കൻഡ് ടൈം ഏതാ? ഇത്. സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം മൈനസ് ചെയ്യുക. അപ്പോൾ ഡിഫറൻസ് നമുക്ക് എന്ത് കിട്ടും? 12ന് 8 പോയാൽ എത്ര കിട്ടും? 4. ഓക്കെ, അപ്പൊ ഫസ്റ്റും നമുക്ക് 4 കിട്ടി. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 4. അകലം എന്ത് കിട്ടി? 4. ഇനി നെക്സ്റ്റ് 2 നമ്പേഴ്സ് നോക്കിക്കേ. 12, 16 അല്ലെ? അവ തമ്മിലുള്ള അകലം എത്ര തന്നെ കിട്ടും? 16ന് 12 പോയാൽ 4. ഓക്കെ, 12ഉം 16ഉം തമ്മിലുള്ള അകലം എത്ര ആയിട്ട് കിട്ടി? 4. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കിയത്, കുറെ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. അതിന്റെ തൊട്ടടുത്തുള്ള നമ്പേഴ്സ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് അല്ലെ? കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയപ്പോൾ എല്ലാം സെയിം ആയിട്ട് കിട്ടി അല്ലെ? ഇവിടെ 4, ഇത് 4, ഇതും 4. തൊട്ടടുത്തുള്ള രണ്ട് സംഖ്യകൾ നോക്കിയപ്പോൾ അവ തമ്മിലുള്ള അകലം സെയിം ആയിട്ട് കിട്ടി. അങ്ങനെ ഒരു നമ്പറിൽ തുടങ്ങി ഒരു സെയിം നമ്പർ തന്നെ കൂട്ടി കൂട്ടി പോകുന്ന ഈ ഒരു സംഖ്യ, ഈ ഒരു ശ്രേണിയെ നമ്മൾ വിളിക്കുന്നതാണ് സമാന്തര ശ്രേണികൾ. അതായത് അരിത്തമെറ്റിക് എന്ന് കേൾക്കുമ്പോഴേ അറിയാം, അത് ആഡ് ചെയ്ത് പോവുക, അഡീഷൻ. അതായത് സെയിം നമ്പർ തന്നെ നമ്മൾ ആഡ് ചെയ്ത് പോകുന്നു. ഒരു നമ്പറിൽ
സ്റ്റാർട്ടിംഗ് വിത്ത് എനി നമ്പർ അല്ലെ, ഏതെങ്കിലും ഒരു നമ്പറിൽ തുടങ്ങി സെയിം നമ്പർ ആഡ് ചെയ്ത് പോകുന്ന ശ്രേണിയെ വിളിക്കുന്ന പേരാണെന്ത്? അരിത്തമെറ്റിക് സീക്വൻസ്. മനസ്സിലായോ? മലയാളം വീഡിയോ നോക്കിക്കോ. ഒരു നമ്പറിൽ തുടങ്ങി ഒരേ സെയിം നമ്പർ തന്നെ, ഒരേ സംഖ്യ തന്നെ പിന്നെയും കൂട്ടി പോകുന്ന ശ്രേണിയെ വിളിക്കുന്ന പേരാണ് സമാന്തര ശ്രേണികൾ. ഇനി ഇവിടെ കിട്ടിയ ഈ ഡിഫറൻസ് എല്ലാം സെയിം അല്ലേ? 4 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ ആ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ ഇവിടെ 4 എന്ന് പറയുന്നത് എന്താണ്? കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് മലയാളം മീഡിയത്തിന് പറയുവാണെങ്കിൽ പൊതുവ്യത്യാസം. മനസ്സിലായോ? അപ്പോൾ ഈ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എങ്ങനെ കിട്ടും? അതിന് നമുക്ക് ഡിഫറൻസിന്റെ ഡി എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഡി ഇസ് ഈക്വൽ ടു എങ്ങനെ കിട്ടും? സെക്കൻഡ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ. തൊട്ടടുത്തുള്ള 2 നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ അല്ലെ, കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ സെക്കൻഡ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ, അതായിരിക്കും ഈ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിക്കാം. ത്രീ 6 9 12 എക്സെട്ര. ഇവിടെ ഫസ്റ്റ് നമ്പർ ഏതാണ്? 3. സെക്കൻഡ് നമ്പർ 6. അവ തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെ കാണും? 6ന്ന് 3 മൈനസ് ചെയ്യുക, സെക്കൻഡ് ടേമിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുക. 6ന്ന് 3 പോയാൽ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എത്ര കിട്ടും? 3 അല്ലേ? രണ്ടാം പദത്തിൽ നിന്നും ഒന്നാം പദം കുറയ്ക്കുക. അപ്പൊ രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ അകലം എന്ത് കിട്ടി? 3. ഓക്കെ. ഇനി തൊട്ടടുത്തുള്ള അടുത്ത നമ്പേഴ്സ് നോക്കിക്കേ. 6 9. അവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 9ന്ന് 6 കുറയ്ക്കുക അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3. അഗെയിൻ 3 തന്നെ കിട്ടി. അതായത് സെക്കൻഡ് ടേമിന്ന് ഫസ്റ്റ് ടേം, ഈ 2 ടേംസ് എടുക്കുമ്പോൾ ഇതല്ലേ സെക്കൻഡ് ടേം. സെക്കൻഡ് ടേമിന്ന് ഫസ്റ്റ് ടേം കുറച്ചപ്പോൾ തൊട്ടടുത്തുള്ള 6ഉം 9ഉം കൺസിഡർ ചെയ്യുമ്പോൾ, അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 3. ഈ 2 നമ്പേഴ്സ് നോക്കിയാൽ 12ന്ന് 9 പോയാൽ എത്രയാണ് ഡിഫറൻസ്? 3 അല്ലേ? നോക്കിക്കേ. അപ്പോൾ ഇവിടുത്തെ ഞാൻ ഇത് മലയാളം മീഡിയത്തിനാണ് എഴുതിയിരിക്കുന്നത്. പൊതുവ്യത്യാസം അല്ലെ? പൊതുവ്യത്യാസം. ഇവിടെ എന്താ? കോമൺ ഡിഫറൻസ്. ഓക്കെ. അപ്പോൾ സ്റ്റാർട്ടിംഗ് വിത്ത് എനി നമ്പർ ആൻഡ് ആഡിങ് ദ സെയിം നമ്പർ റിപ്പീറ്റ്ലി, അതായത് ഒരു നമ്പറിൽ തുടങ്ങി ഒരേ നമ്പർ കൊണ്ട് തന്നെ, ഒരേ സംഖ്യ കൊണ്ട് തന്നെ പിന്നെയും കൂട്ടി എഴുതുന്ന ഈ ശ്രേണിയെ വിളിക്കുന്നതാണ് സമാന്തര ശ്രേണികൾ, അതായത് അരിത്തമെറ്റിക് സീക്വൻസ്. നമുക്കിനി ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ പേജ് നമ്പർ 18 കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇങ്ങനെ പറയുന്നത്, ഇവിടെ കുറെ നമ്പേഴ്സ്, കുറെ ശ്രേണികൾ തന്നിട്ടുണ്ട്. അത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണിയാണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. ഇനി സമാന്തര ശ്രേണി ആണെങ്കിൽ അതിന്റെ പൊതുവ്യത്യാസം എഴുതുക. ഓക്കെ. അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ അതിന്റെ കോമൺ ഡിഫറൻസ് എഴുതാൻ. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിന്റെ സബ് ക്വസ്റ്റ്യൻ എന്താണ്? സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഒറ്റ സംഖ്യകൾ അല്ലെ? ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യകൾ. ഏതൊക്കെയാണ് ഓഡ് നമ്പേഴ്സ്? എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. 1 3 5 7 എക്സെട്ര. ഇതാണ് ഒറ്റ സംഖ്യകൾ, അത് അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സ്. ഇനി ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാ. എങ്ങനെയാ ചെക്ക് ചെയ്യുന്നത്? ഒരു സീക്വൻസ് തന്നാൽ അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? 1ഉം തൊട്ടടുത്തുള്ള നമ്പേഴ്സ് എടുക്കുക ഇല്ലേ? കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എടുക്കുക. അവ തമ്മിലുള്ള ഡിഫറൻസ് കാണണം.
3യും 1ഉം തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെ കാണും? 3ന്ന് 1 മൈനസ് ചെയ്യുക, എത്ര കിട്ടും? 2 അല്ലേ? അതായത് ഒറ്റ സംഖ്യകളുടെ ഇവിടെ ഇവ തമ്മിലുള്ള അകലം കാണുക ഇല്ലേ? 3ന്ന് 1 പോയാൽ എത്ര കിട്ടും? 2. ഞാൻ ഈ താഴെ എഴുതുന്നത് ഇവർക്കാണ്, മലയാളം മീഡിയത്തിനാണ് കേട്ടോ. നോക്കിക്കേ, അതുപോലെ തന്നെ ഇവിടെ ഉള്ള കോൺസിക്യൂട്ടീവ് നമ്പർ തമ്മിലുള്ള അകലം എത്ര കിട്ടും? 5ന്ന് 3 പോയാൽ 2. ഓക്കെ അല്ലേ? 5ന്ന് 3 പോയാൽ എത്രയാണ് അകലം? എത്ര കിട്ടും? ഈ രണ്ട് നമ്പർ തമ്മിലുള്ള അകലം എത്രയാണ്? 2. ഇത് സിമ്പിൾ ടോപ്പിക് അല്ലേ, പെട്ടെന്ന് മനസ്സിലാവും അല്ലേ? ഇനി ഇവിടെ കോൺസിക്യൂട്ടീവ് നമ്പർ തമ്മിലുള്ള അകലം ഡിഫറൻസ് എത്രയാണ്? 7ന്ന് 5 പോയാൽ 2 അല്ലേ? ഇവിടെയോ 2. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് എല്ലാം സെയിം ആണ് അല്ലേ? അതായത് തൊട്ടടുത്തുള്ള നമ്പേഴ്സ് തമ്മിലുള്ള അകലം സെയിം ആണ് കിട്ടിയത്. അപ്പോൾ എല്ലാ നമ്പേഴ്സും കിട്ടുന്ന ഇങ്ങനെ തൊട്ടടുത്തുള്ള നമ്പേഴ്സ് തമ്മിലുള്ള അകലം സെയിം ആണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? പൊതുവ്യത്യാസം. അതായത് തൊട്ടടുത്തുള്ള കോൺസിക്യൂട്ടീവ് നമ്പർ തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആണെങ്കിൽ അതെന്തായിരിക്കും? കോമൺ ഡിഫറൻസ്. അപ്പോൾ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്റ്റാർട്ടിങ് വിത്ത് എനി നമ്പർ, ഏതെങ്കിലും ഒരു നമ്പറിൽ തുടങ്ങി സെയിം നമ്പർ കൊണ്ട് ആഡ് ചെയ്ത് പോകുന്ന ഈ സീക്വൻസിനെ വിളിക്കുന്ന പേരാണ് അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ? അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ? ഒന്നിൽ തുടങ്ങി 2 വീതം കൂട്ടി പോകുന്നു. അതുകൊണ്ട് ഇത് സമാന്തര ശ്രേണിയാണ്. ഇവിടുത്തെ പൊതുവ്യത്യാസം എത്ര കിട്ടി? പൊതുവ്യത്യാസം 2 അല്ലെ? എല്ലായിടവും സെയിം അല്ലേ? സെക്കൻഡ് നമ്പറിൽ നിന്ന് ഫസ്റ്റ് നമ്പർ കുറച്ചു, തൊട്ടടുത്തുള്ള നമ്പേഴ്സ് തമ്മിലുള്ള അകലം സെയിം ആണ്. സെയിം ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് അല്ലേ? കോമൺ ഡിഫറൻസ്. അപ്പോൾ കോമൺ ഡിഫറൻസ് എല്ലാം സെയിം ആയതുകൊണ്ട് ഇതെന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഈ സെയിം രീതി തന്നെയല്ലേ ഇത്? സീക്വൻസ് ഓഫ് ഈവൺ നമ്പേഴ്സ്. ഈവൺ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? 2, 4, 6, 8 എക്സെട്ര. നിങ്ങൾക്ക് ഈ നമ്പേഴ്സ് ഒക്കെ അറിയാമല്ലോ അല്ലേ? എന്താണ്? ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് രണ്ടായിട്ട് ഇൻറ്റീജേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു നമ്പർ ലൈൻ വരയ്ക്കുക. ഇതെല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ഈ നമ്പർ ലൈൻ. എങ്ങനെയാണ്? 0 സെൻട്രലിൽ നമ്മൾ 0 എന്ന് മാർക്ക് ചെയ്ത്, 0യ്ക്ക് വലത് സൈഡിലുള്ളതിനെയൊക്കെ എന്താണ്? 1, 2, 3, 4 എക്സെട്ര ഇല്ലേ? 5. 0യ്ക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മൾ -1, -2, -3 എക്സെട്ര. ഇനി ഈ ഇൻറ്റീജേഴ്സിൽ ഈ 1, 2, 3, 4, 5 അതിനെ നമ്മൾ എന്ത് വിളിക്കും? നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? എണ്ണൽ സംഖ്യകൾ എന്ന് വിളിക്കും. ഈ നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ 0 കൂടി വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ്. ഓക്കെ, കാരണം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഓഡ് നമ്പർ ഈവൺ നമ്പർ എന്താണെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഈ നാച്ചുറൽ നമ്പേഴ്സ് ഞാൻ ഇങ്ങോട്ട് ഒന്നും കൂടെ എഴുതുക. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എണ്ണൽ സംഖ്യകൾ. 1, 2, 3, 4, 5, 6 എക്സെട്ര. ഇതിനെ വിളിക്കുന്നത് 0യ്ക്ക് റൈറ്റ് സൈഡിലുള്ളത് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്, ഇത് നെഗറ്റീവ് ഇൻറ്റീജേഴ്സ്. 0യ്ക്ക് ലെഫ്റ്റ് സൈഡിലുള്ളത്. ഇനി ഈ എണ്ണൽ സംഖ്യകളിൽ ഈ ഒന്നിടവിട്ടുള്ള സംഖ്യകളില്ലേ 1, 3, 5, 7 ഇതിനെ വിളിക്കുന്ന പേരാണ് ഓഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഒറ്റ സംഖ്യകൾ. ഓക്കെ, ഇനി 2, 4, 6, 8 ഇതിനെ വിളിക്കുന്ന പേരാണ് ഈവൺ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇരട്ട സംഖ്യകൾ. ഈവൺ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇരട്ട സംഖ്യകൾ. ഓക്കെ, ഇതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈവൺ നമ്പറും ഓഡ് നമ്പറും എന്താണെന്ന് അറിഞ്ഞാലേ ഇത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നോക്കിക്കേ, സീക്വൻസ് ഓഫ് ഈവൺ നമ്പേഴ്സ്, ഇരട്ട സംഖ്യകളുടെ ശ്രേണി, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് ചോദ്യം. ആണെങ്കിൽ അതിന്റെ കോമൺ ഡിഫറൻസ്, അതായത് പൊതുവ്യത്യാസം എഴുതാനാ. അപ്പൊ നോക്കിക്കേ,
ഇവിടെ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, ഈവൺ നമ്പേഴ്സ് അല്ലേ. നമ്മൾ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് എങ്ങനെയാണ് നോക്കുന്നത്? ഇതിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് എല്ലാം സെയിം ആണെങ്കിൽ ഇതെന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് കാണുന്നത്? തൊട്ടടുത്തുള്ള കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് തമ്മിലുള്ള അകലം ഡിഫറൻസ് കാണുക. 2ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെ കാണും? സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കുക. 4ൽ നിന്ന് 2 പോയാൽ എത്ര കിട്ടും? 2 അല്ലേ. ഇവ തമ്മിലുള്ള അകലം കണ്ടുപിടിക്കുക. രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം മൈനസ് ചെയ്തു, അപ്പൊ അകലം എത്ര കിട്ടി? 2. അതുപോലെ ഇവിടെ നോക്കുക, കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് അല്ലേ. ഏതാ? 4ഉം 6ഉം. 6ൽ നിന്ന് 4 പോയാൽ എത്രയാണ് കോമൺ ഡിഫറൻസ്? അല്ലെ, ഡിഫറൻസ് എത്ര കിട്ടും? 2. ഇവിടെ 6ഉം 4ഉം തമ്മിലുള്ള അകലം 2 അല്ലേ. മനസ്സിലാവുന്നുണ്ടല്ലോ. അടുത്ത ഇവ തമ്മിലുള്ള അകലം 6ഉം 8ഉം തമ്മിലുള്ള അകലം 2. ഇത് സിമ്പിൾ ടോപ്പിക് ആണ്. ഇനി നോക്കിക്കേ, 8ൽ നിന്ന് 6 പോയാൽ എത്രയാണ്? 2. അപ്പോൾ നോക്കിക്കേ, ഈ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് തമ്മിലുള്ള അകലം സെയിം ആണ് അല്ലെ. അങ്ങനെ അതായത് അതിനെ എന്ത് വിളിക്കും? കോമൺ ഡിഫറൻസ്. അപ്പൊ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് നമുക്ക് എന്ത് കിട്ടി? 2. അതായത് പൊതുവ്യത്യാസം എന്ത് കിട്ടി? 2 അല്ലെ. അതുപോലെ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞില്ലേ. അപ്പൊ എന്താണ്? 2ൽ തുടങ്ങി ആ സംഖ്യയെ 2 വീതം എഗെയിൻ ആൻഡ് എഗെയിൻ നമ്മൾ കൂട്ടി എഴുതുന്നു അല്ലെ, ആഡ് ചെയ്ത് പോകുന്നു. അപ്പോൾ 2ൽ തുടങ്ങി 2 വീതം കൂട്ടി പോകുന്ന ഈ ശ്രേണിയെ വിളിക്കുന്നത് സമാന്തര ശ്രേണി. ഓക്കെ, അങ്ങനെ റീസണും എഴുതുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻസ് ഗോട്ട് ആസ് ഹാഫ് ദ ഓഡ് നമ്പേഴ്സ്. അതായത് ഒറ്റ സംഖ്യകളുടെ പകുതിയായ ഭിന്നസംഖ്യകളുടെ ശ്രേണി. നമ്മളിപ്പോ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ ഓഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഒറ്റ സംഖ്യകൾ. ഏതൊക്കെയാണ് ഓഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഒറ്റ സംഖ്യകൾ? 1, 3, 5, 7 എക്സെട്ര അല്ലെ. ഒറ്റ സംഖ്യകൾ അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സ്. ഇതിന്റെയൊക്കെ പകുതി ഫ്രാക്ഷൻ, സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻസ് ഗോട്ട് ആസ് ഹാഫ് ദ ഓഡ് നമ്പേഴ്സ്. ഈ ഓഡ് നമ്പേഴ്സിന്റെ ഒക്കെ ഹാഫ് എടുക്കാനാ. അതായത് ഈ ഒറ്റ സംഖ്യകളുടെ പകുതി എടുക്കുക, അത് ഭിന്നസംഖ്യ ആവും അല്ലെ. അപ്പൊ ഒറ്റ സംഖ്യകൾ ഇതാണ്, അതായത് ഓഡ് നമ്പേഴ്സ് ഇതാണ്. ഇതിന്റെ പകുതി എന്ന് പറയുമ്പോ, ഹാഫ് എന്ന് പറയുമ്പോ എന്താണ്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ. പകുതി എന്ന് പറയുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നോക്കിയാൽ ഒന്നിനെ ഇങ്ങനെ ചെയ്യാം അല്ലെ. 3 എന്ത് വരും? 3/2. പകുതി എന്ന് പറയുമ്പോ അല്ലേ, 5ന്റെ പകുതി എന്ന് പറയുമ്പോ 5/2. 7ന്റെ പകുതി എന്ന് പറയുമ്പോ ഹാഫ് എന്ന് പറയുമ്പോ 7/2. ഇനി ഈ കിട്ടുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലെങ്കിൽ സമാന്തര ശ്രേണിയാണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണിയാണോ എന്ന് അറിയാൻ വേണ്ടി തൊട്ടടുത്തുള്ള 2 നമ്പേഴ്സ് തമ്മിലുള്ള അകലം കണ്ടുപിടിക്കുക. അതായത് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് കാണുക. അപ്പോൾ ആ ഡിഫറൻസ് എല്ലാം സെയിം ആണെങ്കിൽ അത് അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കും. ആ കിട്ടുന്ന ഡിഫറൻസിനെ നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കും, അതായത് പൊതുവ്യത്യാസം. അപ്പൊ ഇവിടുത്തെ കോൺസിക്യൂട്ടീവ് നമ്പർ തമ്മിലുള്ള അകലം എന്താണ്? ഈ 1/2ഉം 3/2ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ത് കിട്ടും? എങ്ങനെയാ കാണുന്നത്? സെക്കൻഡ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ ഇല്ലേ. 3/2 മൈനസ് 1/2. എങ്ങനെയാണ് ഇതിന്റെ ഈ ഫ്രാക്ഷൻ നമ്മൾ മൈനസ് ചെയ്യുന്നത്? ഞാൻ നേരത്തെ ഒരു ക്ലാസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ഇവിടുത്തെ ഡിനോമിനേറ്റർ എന്താണ്? 2. ഇതോ 2. ന്യൂമിനേറ്റർ എന്ന് പറഞ്ഞാൽ മേളിൽ എഴുതുന്നത് അല്ലെ. അപ്പോൾ ഈ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ ഇനി എന്തു ആയിക്കോട്ടെ, പ്ലസോ മൈനസോ, ഇത് രണ്ടിൽ എന്തു ആയിക്കോട്ടെ, നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ആ ഡിനോമിനേറ്ററിനെ അതുപോലെ എഴുതുക. പ്ലസും മൈനസും വരുന്ന കേസിൽ ഇങ്ങനെയാണ്. ഓക്കെ, ഇനി ന്യൂമിനേറ്റേഴ്സ് എന്ത് ചെയ്യണം? അവ തമ്മിൽ ഈ തന്നിരിക്കുന്ന എന്താണോ അത് ചെയ്യുക. 3ൽ നിന്നും 1 എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? മൈനസ് ചെയ്യാൻ. അപ്പൊ 3ൽ നിന്ന് 1 പോയാൽ എത്രാണ്? 2 അല്ലെ. ഇനി 2/2 എന്ന് പറയുമ്പോ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ 1 അല്ലെ. 2/2 1 × 2
1. കണ്ടോ? അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് എന്ത് കിട്ടി? 1. അതുപോലെ തന്നെ ഇവിടെയും അങ്ങനെയല്ലേ ചെയ്യുന്നത്? തൊട്ടടുത്തുള്ള നമ്പേഴ്സ് അതൊക്കെയാണ് 3/2 5/2. അതിനെ എങ്ങനെ അതിന്റെ അകലം കാണാൻ പറ്റും? 5/2 നിന്നും 3/2 മൈനസ് ചെയ്യുക അല്ലേ? 5/2 മൈനസ് 3/2. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ അതിനെ അതുപോലെ എഴുതുക. ന്യൂമിനേറ്റർ തമ്മിൽ ഈ തന്നിരിക്കുന്ന എന്താണോ അത് ചെയ്യുക. 5 3 പോയാൽ 2 അല്ലേ? മൈനസ് ചെയ്യുക. 2/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1. അപ്പോൾ ഇവ തമ്മിലുള്ള അകലം അല്ലെങ്കിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്ത് കിട്ടി? 1 തന്നെ കിട്ടി. അടുത്തത് 5/2 7/2. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയാണ്? സെക്കൻഡ് നമ്പറിൽ നിന്ന് ഫസ്റ്റ് നമ്പർ മൈനസ് ചെയ്യുക. 7/2 മൈനസ് 5/2. ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലേ? അപ്പോൾ ആ നമ്പറിനെ അതുപോലെ എഴുതുക. ഇനി ന്യൂമിനേറ്റർ തമ്മിൽ ഈ തന്നിരിക്കുന്നത് ചെയ്യുക. 7 5 പോയാൽ 2. അപ്പോൾ 2/2 എത്ര കിട്ടി? 1. അപ്പോൾ ഇവ തമ്മിലുള്ള അകലോ എന്ത് കിട്ടി? 1. അപ്പൊ നോക്കിക്കേ, നമുക്ക് ഈ കോൺസിക്യൂട്ടീവ് നമ്പർ തമ്മിലുള്ള ഡിഫറൻസ് സെയിം കിട്ടിയില്ലേ അല്ലേ? തൊട്ടടുത്തുള്ള നമ്പേഴ്സ് തമ്മിലുള്ള അകലം നമുക്ക് സെയിം കിട്ടി അല്ലേ? ഒരേ സംഖ്യ തന്നെയാണ് കിട്ടിയത്. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം. അതുപോലെ ഇവിടെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം ഇതെല്ലാം സെയിം നമ്പർ ആയതുകൊണ്ട് ഇതെന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, അതായത് സമാന്തര ശ്രേണിയാണ്. പരീക്ഷയ്ക്ക് ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ. നമ്മൾ ഇത് ചെയ്ത് കാണിക്കുന്നതല്ലേ ഉള്ളൂ, ഇതിന്റെ എഴുതണം. കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആണ് അല്ലേ? സ്റ്റാർട്ടിങ് വിത്ത് 1/2. എന്നിട്ട് ഇവിടെ കിട്ടുന്ന കോമൺ ഡിഫറൻസ് 1 ആണ്. അത് എഗെയിൻ ആൻഡ് എഗെയിൻ നമ്മൾ ആഡ് ചെയ്ത് പോകുന്നു. അതുകൊണ്ട് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇത്ര എഴുതി വെക്കുകയും കൂടെ ചെയ്യണം നമ്മൾ ഇത് കാണിച്ചിട്ട്, ക്രിയ എല്ലാം ചെയ്തതിന് ശേഷം. അപ്പോൾ ഇവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ? ഇനി ഞാനൊരു സിമ്പിൾ ബേസിക് പറയുവാണേ. ആ പ്രോബ്ലം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്താണ് കിട്ടിയത്? 1. അതായത് പൊതുവ്യത്യാസം എന്ത് കിട്ടി? 1 എന്ന് കിട്ടി അല്ലേ? പൊതുവ്യത്യാസം 1. ഓക്കെ, നിങ്ങൾക്ക് ബേസ് അറിയാന്നുള്ളതാണേ. 4/3 മൈനസ് 3/4 മൈനസ് 1/4 ഇങ്ങനെ തരുമ്പോൾ നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ അത് അതുപോലെ എഴുതണം എന്ന് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ? ഇവിടെ പ്ലസും മൈനസും വരുവാണെങ്കിൽ മാത്രം. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഇല്ലേ? പ്ലസും മൈനസും. അതുപോലെ ഇൻറ്റു ഉണ്ട്, ഹാഫ് ഉണ്ട് അല്ലെ? അതിൽ പ്ലസും മൈനസും വരുവാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ അതിനെ അതുപോലെ എഴുതുക. എന്നിട്ട് ഇവിടെ മൈനസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? 3 1 മൈനസ് ചെയ്ത് 2 എഴുതുക. ഇനി അതല്ല ഇവിടെ പ്ലസ് ആണെങ്കിൽ 3ഉം 1ഉം തമ്മിൽ ആഡ് ചെയ്ത് ഇവിടെ എഴുതുക. മനസ്സിലായോ? ഇനി ഇവ തമ്മിൽ ഇൻറ്റു ചെയ്യാനാ പറയുന്നെങ്കിലോ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യാനാണെങ്കിൽ എന്ത് ചെയ്യണം? ന്യൂമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തും ന്യൂമിനേറ്ററിൽ എഴുതുക. 3 × 1 3. ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്ററിൽ എഴുതുക. 4 × 4 16. മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ? അതുപോലെ തന്നെ ഇനി ഹാഫാ ചോദിക്കുന്നെങ്കിലോ ജസ്റ്റ് ഇങ്ങനെ വന്നു എന്ന് വെച്ചോ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യത്തെ ആ ഫ്രാക്ഷനെ അതുപോലെ എഴുതിയിട്ട് രണ്ടാമത്തെ ഫ്രാക്ഷനെ തിരിച്ചിട്ട് ഗുണിക്കുക. അതായത് 4 മുകളിൽ പോകും, 1 താഴെ വരും. അപ്പോൾ 4ഉം 4ഉം ക്യാൻസൽ ചെയ്യും. അതറിയാമല്ലോ, ഇൻറ്റുവിൻ്റെ അവിടെ നമ്മൾ ഡിനോമിനേറ്റർ ഇൻറ്റു എന്ന് പറയുമ്പോൾ ഇത് ഫുൾ ആയിപ്പോയി അല്ലേ? അപ്പോൾ ഇങ്ങനെ ഫുൾ വരുമ്പോൾ നമുക്ക് മേളിൽ മൊത്തം ഇൻറ്റു, അതിൻ്റെ ഇടയ്ക്ക് മൈനസോ പ്ലസോ വേറെ നമ്പേഴ്സ് ഒന്നും വരുന്നില്ല. അങ്ങനെയുള്ള കേസ് നമുക്ക് ഇത് തമ്മിൽ വെട്ടിപ്പോയി. ആൻസർ 3 നേടി. ഈ ബേസ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ചോദ്യം എങ്ങനെയാണ്? സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2, അതായത് 2ന്റെ കൃതികളുടെ ശ്രേണി. പവേഴ്സ് ഓഫ് 2 എന്ന് പറയുമ്പോൾ എന്താണ്? 2⁻1 2⁻2 2⁻3 2⁻4 എക്സെട്ര അല്ലേ? 2ന്റെ കൃതികളുടെ ശ്രേണി. അപ്പോൾ ഇങ്ങനെ കിട്ടി 2ന്റെ പവേഴ്സ് അല്ലേ? അപ്പോൾ 2⁻1 എന്ന് പറഞ്ഞാൽ എന്താണ്? 2
2 എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ അർത്ഥം അറിയാലോ അല്ലെ? എല്ലാവർക്കും അറിയാലോ. 2 എന്ന് പറഞ്ഞാൽ 2നെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക. 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2നെ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക. അറിയായിരിക്കും. 2 അപ്പൊ എന്ത് കിട്ടി? 2 × 2 4. 2 എന്ന് പറയുമ്പം 2നെ 3 പ്രാവശ്യം ഗുണിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 8. 2 എന്ന് പറയുമ്പോ എന്ത് കിട്ടും? 2നെ 4 പ്രാവശ്യം ഗുണിക്കുക അല്ലേ? അപ്പൊ 8 × 2 16. ഇവിടെ വരെ 8 × 2 16. ഇനി ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ, അതായത് സമാന്തര ശ്രേണിയാണോ എന്ന് നോക്കാനാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും? തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ കോൺസിക്യൂട്ടീവ് നമ്പർ തമ്മിലുള്ള ഡിഫറൻസ് കാണുക അല്ലെ? തൊട്ടടുത്തുള്ള നമ്പേഴ്സ് തമ്മിലുള്ള അകലം കാണുക. ആ കിട്ടുന്നതെല്ലാം സെയിം ആണെങ്കിൽ ഇത് അരിത്തമെറ്റിക് സീക്വൻസ്. ആ കിട്ടുന്ന സെയിം നമ്പറിനെ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കോൺസിക്യൂട്ടീവ് നമ്പർ തമ്മിലുള്ള അകലം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സെക്കൻഡ് നമ്പറിൽ നിന്ന് ഫസ്റ്റ് നമ്പർ കുറയ്ക്കുക. ഇത് രണ്ടും കൺസിഡർ ചെയ്യുന്നതെങ്കിൽ 80 നിന്ന് 4 കുറയ്ക്കുക. ഇവ തമ്മിലാണെങ്കിൽ 60 നിന്ന് 8 കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഇവ തമ്മിലുള്ള അകലം നോക്കിക്കേ. 4 നിന്ന് 2 പോയാൽ എത്രയാണ്? 4 - 2 2 അല്ലേ? ഇവ തമ്മിലുള്ള അകലമോ, ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 80 നിന്ന് 4 പോയാൽ എന്ത് കിട്ടും? 4. 8ഉം 16ഉം തമ്മിലുള്ള ഡിഫറൻസ് അകലം എത്രയാണ്? 8. നോക്കിക്കേ, ഇത് സെയിം നമ്പർ ആണോ നമുക്ക് കിട്ടിയത്? കോൺസിക്യൂട്ടീവ് നമ്പർ തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആണോ കിട്ടിയത്? അല്ല. അപ്പോൾ ഇത് ഇവിടുത്തെ പൊതുവ്യത്യാസം ഇത് സെയിം അല്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് ഇത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. അപ്പോൾ അങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് എഴുതണം. എന്താണ് തന്നിരിക്കുന്നത്? സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2 അല്ലേ? അപ്പോൾ 2ന്റെ പവേഴ്സ് ഇതൊക്കെയാണെന്നും പണ്ട് നമ്പേഴ്സ് എഴുതുക. എന്നിട്ട് കോൺസിക്യൂട്ടീവ് നമ്പർ തമ്മിലുള്ള ഡിഫറൻസ് വ്യത്യാസമാണ് അല്ലെ? 2 4 8 എന്നങ്ങനെ കിട്ടി. അതുകൊണ്ട് എന്താണ്? ഡിഫറൻസ് എല്ലാം വ്യത്യാസമായതുകൊണ്ട് ഇത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ല, ഇതൊരു സമാന്തര ശ്രേണി അല്ല. കാരണം തൊട്ടടുത്തുള്ള നമ്പർ തമ്മിലുള്ള അകലം ഡിഫറന്റ് ആണ്, വ്യത്യാസമായിട്ടാണ് കിട്ടിയത് അല്ലെ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെ? നാച്ചുറൽ നമ്പേഴ്സിന്റെ റെസിപ്രോക്കൽ. ഇവിടെയോ എണ്ണൽ സംഖ്യകളുടെ വ്യുൽക്രമങ്ങളുടെ ശ്രേണി. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ ഏതാണ്? അപ്പോൾ ഈ സിമ്പിൾ ബേസ് അറിയാമെങ്കിൽ മാത്രമേ ഈ ഒരു ചാപ്റ്റർ വെറും സിമ്പിൾ ആണ്. പക്ഷെ നിങ്ങൾക്ക് ഇതുപോലുള്ള ബേസ് അറിയണം. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1 2 3, ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 0 1 2 3 4, അതുപോലെ തന്നെ ഈവൺ നമ്പേഴ്സ് 2 4 6 8, ഓഡ് നമ്പേഴ്സ് 1 3 5 7. അങ്ങനെയുള്ള ബേസ് അറിയാമെങ്കിൽ ഈ ഒരു ചാപ്റ്റർ സിമ്പിൾ ആയിരിക്കും. അതുപോലെ നമ്മൾ നേരത്തെ നോക്കിയ പോളിഗൺ അല്ലേ? പോളിഗണിന്റെ ഇന്നർ ആംഗിൾസിന്റെ സം n-2 × 180. അങ്ങനെയെങ്കിൽ ഒരു ഇന്നർ ആംഗിളിന്റെ സം ആ കിട്ടിയതിനെ ഹോൾ ഡിവൈഡഡ് ബൈ n. ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ അറിയാമെങ്കിൽ ഈ ഒരു ചാപ്റ്റർ പെട്ടെന്ന് കിട്ടും, നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് അതൊക്കെയാണ് 1 2 3 4 5 6 എക്സെട്ര അല്ലേ? ഇതാണ് എണ്ണൽ സംഖ്യകൾ. ഇതിന്റെ വ്യുൽക്രമം എന്ന് പറയുമ്പോൾ റെസിപ്രോക്കൽ എങ്ങനെയാണ് എഴുതുന്നത്? തിരിച്ചിട്ട് എഴുതുക ഇല്ലേ? ഏതൊരു നമ്പർ ഇപ്പൊ 3 എന്ന് എഴുതിയാൽ അതിന്റെ മീനിങ് എന്താണ്? ബൈ 1 ചെയ്ത അതിന് 3 തന്നെയാണ് അർത്ഥം. മനസ്സിലായോ? 100 എന്ന് എഴുതിയാൽ അതിന്റെ അർത്ഥം എന്താണ്? 100/1. അതായത് 100നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന കിട്ടും 100 തന്നെ കിട്ടും അല്ലെ? അപ്പൊ ബൈ 1 എന്ന് ഈ ഒരു ബേസ് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിന്റെ റെസിപ്രോക്കൽ നോക്ക്. ഈ നാച്ചുറൽ നമ്പേഴ്സിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? 1ന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ ഇതിന്റെ എല്ലാം താഴെ എന്തുണ്ടാണ്ട് ഇതൊന്നും കൂടെ ഞാൻ എടുത്തെഴുതാം. 1 എന്ന് പറഞ്ഞാൽ 1/1, 2 എന്ന് പറഞ്ഞാൽ 2/1, ഓക്കെ, 3 എന്ന് പറഞ്ഞാൽ 3/1, 4 4/1, 5/1. ഓക്കെ, ഇത്ര എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഇങ്ങനെ കിട്ടും. ഇതാണ് ഈ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ ബൈ 1 ഉണ്ട്.
ഇനി ഇതിന്റെയൊക്കെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിനോമിനേറ്ററിനെ എടുത്ത് മേളിൽ എഴുതുക, ന്യൂമിനേറ്ററിനെ ഡിനോമിനേറ്റർ അത് തിരിച്ചിട്ട് എഴുതുക അല്ലെ. അപ്പോൾ 1 മേളിൽ പോകും, ഈ 1 താഴെ വരും. ഇതങ്ങനെ തന്നെ കിട്ടും 1 1 ആയതുകൊണ്ട്. ഇനി ഇവിടെ 2ന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 1 മുകളിൽ പോകും, 2 ഡിനോമിനേറ്റർ ആയിട്ട് വരും അല്ലെ. ഇനി 3/1 തിരിച്ചിട്ട് എഴുതും, 1/3. 4/1 എന്ന് പറയുമ്പോൾ 1 ന്യൂമിനേറ്റർ ആയിട്ട് പോകും, 4 ഡിനോമിനേറ്റർ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് കിട്ടിയ നമ്പേഴ്സ് ഇങ്ങനെ ആകും അല്ലെ. അതായത് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 4 5 അങ്ങനെയുള്ളതിന്റെ റെസിപ്രോക്കൽ, അതായത് എണ്ണൽ സംഖ്യകളുടെ വ്യുൽക്രമങ്ങൾ എന്ന് നമ്മൾ എന്ത് ചെയ്ത് ഇതിനെ തിരിച്ചിട്ട് എഴുതണം അല്ലെ. തിരിച്ചിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി ഈ കിട്ടിയ ഈ ഒരു നമ്പേഴ്സ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ, അതായത് സമാന്തര ശ്രേണി ആണോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അതെങ്ങനെ കണ്ടുപിടിക്കും? കുറച്ച് നമ്പേഴ്സ് തന്നിട്ട് അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും? കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് കാണണം. ആ കിട്ടുന്ന നമ്പേഴ്സ് സെയിം ആണെങ്കിൽ അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അതായത് തൊട്ടടുത്തുള്ള നമ്പേഴ്സ് തമ്മിലുള്ള അകലം എല്ലാത്തിലും സെയിം ആണെങ്കിൽ അത് എന്തായിരിക്കും? ഒരു സമാന്തര ശ്രേണി ആയിരിക്കും. നോക്കിയേ, ഇവിടുത്തെ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1/1 1/2. ആദ്യം ഇത് രണ്ടും കൺസിഡർ ചെയ്യാം. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെ കാണും? സെക്കൻഡ് നമ്പറിൽ നിന്ന് ഫസ്റ്റ് നമ്പർ കുറയ്ക്കുക. അതല്ലേ കോമൺ ഡിഫറൻസ് നമ്മൾ കാണുന്നത്, ഡിഫറൻസ് കാണുന്നത്. അപ്പൊ 1/2 മൈനസ് 1/1. നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ ഡിനോമിനേറ്റർ സെയിം ആയിരുന്നെങ്കിൽ, ഇവിടെ 2 ആണ് പക്ഷെ ഇവിടെ 1, ഇവിടെ 2 തന്നെ ആയിരുന്നെങ്കിൽ, അതായത് ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ആൻസറിലും ഡിനോമിനേറ്റർ സെയിം ആയിട്ട്, അതായത് 2 ആയിട്ട് തന്നെ എഴുതായിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്? ഇത് വ്യത്യാസമാണ്. അപ്പോൾ ഈ ക്രിയ എല്ലാവർക്കും അറിയായിരിക്കും, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കാൻ തുടങ്ങിയതാണ്. എങ്കിലും ഒന്നും കൂടി നോക്കുക. ഇതിനെ എങ്ങനെയാ ചെയ്യുന്നത്? ഫസ്റ്റ് നമ്പറിനെ അതുപോലെ നിർത്തിയിട്ട് ഈ സെക്കൻഡ് നമ്പറിന്റെ ഡിനോമിനേറ്റർ ഇങ്ങോട്ട് ഗുണിക്കുക. കണ്ടോ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 1 1. എന്നിട്ട് ഈ ഫസ്റ്റ് നമ്പറിന്റെ ഡിനോമിനേറ്റർ ഇങ്ങോട്ട് ഗുണിക്കുക. 2 × 1 2. ഇടയ്ക്കുള്ള മൈനസ് അതുപോലെ എഴുതുക. എന്നിട്ട് താഴത്തെ തമ്മിൽ ഗുണിക്കുക. 2 × 1 2. അതെളുപ്പമാണ്. ഇത് ഡിനോമിനേറ്റർ, ഈ പ്ലസും മൈനസും വരുന്ന കേസിൽ ഡിനോമിനേറ്റർ തമ്മിൽ ഗുണിച്ച് താഴെ എഴുതണം, ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് താഴെ എഴുതാം. മുകളിലത്തെ സംഖ്യ കണ്ടുപിടിക്കുന്നത് ആദ്യം ഈ റൈറ്റ് സൈഡിൽ രണ്ടാമത് കിടക്കുന്ന നമ്പറിന്റെ ഡിനോമിനേറ്റർ മേലോട്ട് ഗുണിച്ച് ആദ്യം എഴുതാം. അല്ലാതെ ഇവിടെ തെറ്റിക്കരുത്, ഇവിടുന്ന് തുടങ്ങരുത്. ഈ ആദ്യത്തെ സംഖ്യയുടെ ഡിനോമിനേറ്റർ ഗുണിച്ച് അങ്ങനെ എഴുതരുത്, തെറ്റിപ്പോവേ. അപ്പോൾ എന്താണ് 1/2 മൈനസ് 1/1? അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ കിട്ടും? ഡിനോമിനേറ്റർ തമ്മിൽ ഗുണിച്ച് താഴെ എഴുതുക. അതായത് ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആയതുകൊണ്ട്, സെയിം ആയിരുന്നെങ്കിൽ അതുപോലെ എഴുതാൻ. അപ്പൊ 2 × 1 2. ഇനി ന്യൂമിനേറ്റർ എങ്ങനെ കിട്ടും? താഴെ രണ്ടാമത്തെ സംഖ്യയുടെ ഡിനോമിനേറ്റർ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 1 1. ഈ ഇടയ്ക്കുള്ളത് എന്താണോ അത് അതുപോലെ എഴുതുക. പ്ലസ് ആണെങ്കിൽ പ്ലസ്, മൈനസ് ആണെങ്കിൽ മൈനസ്. ഇനി ആദ്യത്തെ ഡിനോമിനേറ്റർ ഇതുമായിട്ട് ഗുണിക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. മനസ്സിലായോ ഈ സ്റ്റെപ്പ്? ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ബേസിക് എല്ലാവരും മനസ്സിലാക്കി വെക്കുക. എന്നാൽ മാത്രമേ ഈ ചാപ്റ്റർ പെട്ടെന്ന് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പൊ നോക്കിക്കേ, 1 - 2 1 - 2 എന്ന് പറഞ്ഞ എന്താണ്? ഇവിടെ 1 - 2 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? ഇവ തമ്മിൽ കൂട്ടുക. ഈ -2 ഇങ്ങനാണ് ഇതിന്റെ അർത്ഥം. അതായത് -2 എന്ന് പറഞ്ഞാൽ 1ഉം -2ഉം കൂടെ ആഡ് ചെയ്യുക. ഇനി ഇതെങ്ങനെ ചെയ്യും? ഈ ബേസ് എല്ലാവർക്കും അറിയാവോ? നോക്കിക്കേ, രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുക. ഇപ്പൊ 1ഉം 2ഉം എന്നായിരുന്നെങ്കിൽ നമുക്ക് പറയാം 1ഉം 2ഉം കൂടെ കൂട്ടിയാൽ 3 ആണ്. പക്ഷേ ഇവിടെ സൈനിന് വ്യത്യാസമുണ്ട് അല്ലെ. 1ന്റെ 1 - 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 പ്ലസ് ഈ രണ്ടാമത് എഴുതിയിരിക്കുന്ന സംഖ്യയുടെ സൈനാണ് ഇത്. കേട്ടോ കേട്ടോ ഇതിന്റെ ഇടയ്ക്ക് ഒരു പ്ലസ് ഉണ്ട്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? 1 - 2/2 അല്ലേ. അപ്പൊ അതെങ്ങനെ ചെയ്യും? 1 - 2/2. അപ്പോൾ ഇത് 1ന് 2
മൈനസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ ഈ -2 ഇങ്ങനെ എഴുതിയ അതിന്റെ മീനിങ് എന്താണ്? 1 പ്ലസ് -2. മനസ്സിലായോ? ഈ മൈനസ് ഈ 2ന് മാത്രം. അപ്പോൾ നടുക്ക് എന്ത് വരും ഇവിടെ? പ്ലസ്. ഇനി ഇത് ചെയ്യുന്നത് എങ്ങനെയാണ്? രണ്ട് വ്യത്യസ്ത ചിഹ്നമുള്ള നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ, അതായത് ഇവിടെ രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? 2ഉം 1ഉം. 1 വെറുതെ എഴുതിയാൽ അതിന്റെ അർത്ഥം എന്താണ്? +1 എന്നാണ് അർത്ഥം. 2 വെറുതെ എഴുതിയാൽ അതിന്റെ അർത്ഥം എന്താണ്? +2 എന്നാണ് അർത്ഥം. അതായത് ഒരു നമ്പർ മാത്രമായിട്ട് എഴുതുവാണെങ്കിൽ അതിന്റെ സൈൻ, ചിഹ്നം എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ രണ്ട് നമ്പേഴ്സിന്റെ സൈൻ എന്താണ്? 1ൻ്റെത് പ്ലസ്, 2ൻ്റെത് മൈനസ്. അപ്പൊ രണ്ടും വ്യത്യാസമല്ലേ? രണ്ടും ഒരുപോലത്തെ സൈൻ ആണോ? അല്ല. അപ്പോൾ രണ്ട് വ്യത്യസ്ത സൈനുള്ള നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടുക. രണ്ട് വ്യത്യസ്ത സൈനുള്ള നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചിട്ട് വലുതിന്റെ നമ്പർ സൈൻ ഇടണം. ഓക്കെ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? വലിയ നമ്പർ ഏതാ? 2. 2ന്ന് 1 പോയാൽ 1. വലിയ സംഖ്യയുടെ സൈൻ ഏതാ? മൈനസ്. മൈനസ് താഴെയുള്ള /2. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ 1/1ഉം 1/2ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ത് കിട്ടി? -1/2 എന്ന് കിട്ടി. ഓക്കെ. -1/2. അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് കണ്ടുപിടിച്ചോ? ഇല്ല. രണ്ട് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചോളൂ അല്ലെ. ഇനി എന്ത് ചെയ്യണം? അടുത്ത രണ്ട് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ ഡിസ്റ്റൻസ്, അകലം കണ്ടുപിടിക്കണം. ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1/2ഉം 1/3. അപ്പൊ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കാണും? സെക്കൻഡ് നമ്പറിൽ നിന്ന് ഫസ്റ്റ് നമ്പർ മൈനസ് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് നമ്പർ ഏതാ? 1/3. 1/3 മൈനസ് 1/2. ഇപ്പോൾ ചെയ്തത് കൂട്ട് തന്നെ. എങ്ങനെയാണ്? ഡിനോമിനേറ്റർ എന്ത് ചെയ്യും? ഡിനോമിനേറ്റർ സെയിം ആണോ വന്നിരിക്കുന്നത്? സെയിം ആയിരുന്നെങ്കിൽ അതുപോലെ എഴുതായത്. പക്ഷെ ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണ് അല്ലേ. അപ്പൊ അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 2 6. ന്യൂമിനേറ്റർ എന്ത് വരും? സെക്കൻഡ് നമ്പറിന്റെ ഡിനോമിനേറ്റർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. 2 × 1 2. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? മൈനസ്. ഇനി ഫസ്റ്റ് നമ്പറിന്റെ ഡിനോമിനേറ്റർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 1 3. ഓക്കെ. ഇപ്പോൾ ചെയ്തത് കൂട്ട് തന്നെ അല്ലേ. 2ന്ന് 3 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഈ -3 പറഞ്ഞ 3ക്ക് മാത്രമുള്ളതാണ്. 2 എന്ന് എഴുതിയ +2. അതിന്റെ ഇടയ്ക്ക് എന്ത് വരും? പ്ലസ്. മനസ്സിലായോ? ഇതിനെ നമ്മൾ ഒന്നും കൂടി ഇങ്ങനെ എഴുതും. /6. നോക്കിക്കേ. 2ന്റെ സൈൻ പ്ലസും 3ന്റെ സൈൻ മൈനസ്. വ്യത്യസ്ത സൈൻ ആണ് അല്ലേ. അപ്പോൾ കുറച്ചു മുമ്പ് അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചിട്ട് വലിയ നമ്പറിന്റെ സൈൻ അല്ലേ. ഇനി ഒരേപോലത്തെ സൈൻ ആയിരുന്നെങ്കിലോ ആ രണ്ട് നമ്പർ തമ്മിൽ ആഡ് ചെയ്തിട്ട് അതേ സൈൻ ഇടുക. ഇപ്പൊ പ്ലസും പ്ലസും ആണെങ്കിൽ അവ തമ്മിൽ ആഡ് ചെയ്ത് പ്ലസ് ഇടുക. ഇനി ഇത് രണ്ടും മൈനസ് ആയിരുന്നെങ്കിൽ ഇവ തമ്മിൽ ആഡ് ചെയ്ത് മൈനസ് ഇടുക. ഓക്കെ. പക്ഷെ വ്യത്യസ്ത ചിഹ്നങ്ങൾ വരുവാണെങ്കിൽ വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം, വലിയ സംഖ്യയുടെ ചിഹ്നം. അപ്പൊ 3ന്ന് 2 പോയാൽ 1. 3ന്റെ സൈൻ ഏതാണ്? -/6 അല്ലേ. അപ്പൊ ഇവ തമ്മിലുള്ള അകലം എന്ത് കിട്ടി? -1/6. ഇനി ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ? ഈ രണ്ട് നമ്പർ തമ്മിലുള്ള ഡിസ്റ്റൻസ് -2, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് -1/6. ഇത് ഒരുപോലെ കിട്ടിയോ നമുക്ക്? ഒരുപോലെ ഈ തൊട്ടടുത്തുള്ള നമ്പേഴ്സ് തമ്മിലുള്ള അകലം സെയിം ഒരുപോലെ ആണെങ്കിൽ മാത്രമേ അത് അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണി ആകത്തുള്ളൂ അല്ലെ. കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് സെയിം ആകണം. ഇവിടെ -1/2 കിട്ടി. ഈ രണ്ട് നമ്പർ തമ്മിലുള്ള ഡിസ്റ്റൻസ് -1/6 കിട്ടി. അപ്പോൾ ഇത് സെയിം അല്ലാത്തതുകൊണ്ട് ഇതെന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് അല്ല അല്ലേ. അപ്പോൾ നമ്മൾ ഇത് ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള കുട്ടികൾക്ക് ഷെയർ ചെയ്യുക. ഓക്കെ. അടുത്ത ക്ലാസ്സിൽ കാണാം.